നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നമ്മെ കേൾക്കുന്ന, നമ്മെ കാണുന്ന, അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന അറിവിൻ്റെ അകത്ത് നിന്നാണ്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം മറുപടി നൽകി തരും എന്നുള്ള വിശ്വാസത്തോടെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് സത്യമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ക്ഷണത്തിൽ പ്രവർത്തിക്കും, വേഗത്തിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഒരു വിധയാണ്. അത് സ്വർഗത്തിലെ ഒരു നിക്ഷേപമാണ്. ആ വിധയുടെ കൊയ്ത്ത് വരുന്നുണ്ട്. പിന്നെയും തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന അറിവുകൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടുകയും, നമ്മുടെ ദൈവം നിലവിളിയെ മറികടന്നു പോകുന്നവനല്ല. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ടാകും. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം. ദൈവം സഹായിക്കുന്നവനാണ്, കരുതുന്നവനാണ്, വിടുവിക്കുന്നവനാണ്, നമ്മെ രക്ഷിക്കുന്നവനാണ്. നമുക്കറിയാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അറിവിൻ്റെ അകത്തു നിന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ നിങ്ങൾ കേട്ട തിരുവചനം, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിനെ അറിയുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ വിളി വന്നിരിക്കുക. എങ്ങനെയാണ് ദൈവം വിളിച്ചെന്നറിയാമോ? ഓമന പേർ ചൊല്ലി വിളിച്ചു. നമുക്കന്ന് ദൈവത്തെ അറിയില്ല, ദൈവത്തെക്കുറിച്ച് അറിവുമില്ല. നാം തിരുവെഴുത്ത് പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം നമ്മെ വിളിച്ചു എന്ന്. നാം ഈ ഭൂമിയിൽ പോലുമില്ല, ദൈവം നമ്മെ വിളിച്ചു. ദൈവത്തിൻ്റെ വിളിയുടെ പഴക്കം കണ്ടോ? ലോകസ്ഥാപനത്തിന് മുൻപേ വിളിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മളുണ്ടായിരുന്നു. ദൈവം എങ്ങനെ വിളിച്ചത്? ഓമന പേർ ചൊല്ലിയാണ് വിളിച്ചത്. ഇന്ന് നാം പ്രാർത്ഥിക്കുക, കരയുക, നിലവിളിക്കുക. നാം വലിയ പ്രതീക്ഷയോടൊക്കെ കാത്തിരിക്കുക. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ഉറപ്പിക്കണം, ഞാൻ ദൈവത്തെ അറിയുന്നതിന് മുൻപ് തന്നെ എൻ്റെ ദൈവം എന്നെ വിളിച്ചതാ. എങ്ങനെ വിളിച്ചത്? ഓമന പേർ ചൊല്ലി. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്നേ. അവൻ സ്നേഹിച്ചു പോയി. ഇനി ഒരിക്കലും ആ സ്നേഹം നിന്നിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. അവൻ നിന്നെ സ്നേഹിച്ചു പോയി. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, മറവിടങ്ങളെ, ഗുപ്തനിധികളെ തരും. ഏറ്റവും വലിയ നിധി എന്താണ്? അത് നശിച്ചു പോകുന്ന ആത്മാക്കളാണ്. യേശുവിനെ അറിയാതെ ആളുകൾ നാശത്തിൻ്റെ പാതയിലാണ്. അവരെ കർത്താവിലേക്ക് തിരിക്കുക, അവരെ കർത്താവിന് വേണ്ടി നേടുക എന്നുള്ളതിനേക്കാളും വലിയ ഒരു പ്രവൃത്തിയില്ല, അതിനേക്കാൾ വലിയൊരു നിക്ഷേപവുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് തരും വിലപിടിപ്പുള്ളത്. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക കേട്ടോ. അതിനെ അസാധുവാക്കുവാൻ, നിഷ്ഫലമാക്കാൻ
ഒരു ശക്തിക്ക് സാധ്യമല്ല. നിങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ അവൻ നിങ്ങളെ അറിഞ്ഞു. വിശ്വസിക്കുക, ഉറയ്ക്കുക. നിനക്ക് ദൈവമുണ്ട്. നിനക്ക് ആരില്ലേലും ദൈവമുണ്ട്. ഓമനപ്പേർ ചൊല്ലി വിളിച്ച ദൈവം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.